പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ പുതിയൊരു വാർത്ത അല്ലെങ്കിൽ കായിക പ്രേമികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്ത, അർജന്റീൻ താരം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ്. അതിനൊരു സ്ഥിരീകരണമായിരിക്കുകയാണ്. ഇന്ത്യയിലെ 4 നഗരങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. മുംബൈ, ഡൽഹി, അഹമ്മദാബാദ് നഗരങ്ങളിലെ പരിപാടികളിലാകും മെസ്സി പങ്കെടുക്കുക. മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്. മനീഷ്, സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? സേതുലക്ഷ്മി, ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025 എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത വന്നിരിക്കുന്നത്. അതിൽ അവരുടെ സംഘാടകരായിട്ടുള്ള ദത്തയാണ് നിലവിൽ ഇപ്പോൾ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതൊരു ഷെഡ്യൂളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. അതിന് പ്രകാരം ഡിസംബർ 12-ാം തീയതി കൊൽക്കത്തയിലായിരിക്കും മെസ്സിയുടെ ആദ്യ പരിപാടി. അതിനുശേഷം മുംബൈ, അതുപോലെ തന്നെ അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്കും മെസ്സി എത്തും. അതിനോടൊപ്പം തന്നെ ഡിസംബർ 15-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മെസ്സി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ദത്ത പറയുന്നത്. ഇതിലൊരു ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ ദത്ത ഈ ഒരു സ്പോൺസർമാരുടെ പ്രതിനിധിയായിട്ടുള്ള ആളാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്ന ഗോഡ് വിസിറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ 2025 അവരുടെ ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മെസ്സി ഇന്ത്യയിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ സ്പോൺസറാണ് ഈ ദത്ത. അപ്പം ദത്തയാണ് ഇത്തരം ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട്. അതിൽ ദത്ത പറയുന്നത് ഇങ്ങനെയാണ്: ഈ മാസം അവസാനം, അതായത് ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ദിവസങ്ങളിൽ മെസ്സി തൻ്റെ സമൂഹ മാധ്യമങ്ങളോട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുമെന്നുള്ളതാണ് ദത്ത ഇപ്പോൾ നിലവിൽ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തിൽ മെസ്സി തന്നെ സ്ഥിരീകരണം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമേ നമുക്കതൊരു മുഴുവനാക്കി പറയാൻ പറ്റുള്ളൂ. അപ്പോഴും ഈ സ്പോൺസർമാർ പറയുന്നത് മെസ്സി ഇന്ത്യയിലേക്ക് എത്തും. അത് 4 നഗരങ്ങളിലേക്കാകും മെസ്സി എത്തുക. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളായി സച്ചിൻ, ധോനി അടങ്ങുന്ന ക്രിക്കറ്റ് താരങ്ങളുമായി മെസ്സി ഒരു ക്രിക്കറ്റ് മത്സരം കളിക്കുന്ന തരത്തിലേക്ക്, സൗഹൃദ മത്സരം പോലെ കളിക്കുന്ന തരത്തിലേക്കുള്ള ഷെഡ്യൂളുകളാണ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഷെഡ്യൂളിൽ എവിടെയും കേരളത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ സ്പോൺസർമാർ പറയുന്നത് മെസ്സി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ദത്ത പുറത്തുവിടുന്ന ഈ ഷെഡ്യൂൾ പ്രകാരം അത്തരത്തിലുള്ള സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. എന്തായാലും ഇന്ന് ഈ AFC ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൽ റൊണാൾഡോ തന്നെയാണ് സമ്മതം മൂളേണ്ടത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്പോൺസർമാർ പറയുന്ന പ്രകാരമാണെങ്കിൽ അതിലൊരു സ്ഥിരീകരണം, അത് മെസ്സിയുടെ ഭാഗത്തുനിന്നുള്ള സ്ഥിരീകരണം ഓഗസ്റ്റ് 28 തന്നെ അല്ലെങ്കിൽ 28 മുതൽ സെപ്റ്റംബർ 1 വരെ ദിവസങ്ങളിൽ തന്നെ കിട്ടും. എന്തായാലും കായിക ലോകം മെസ്സിയുടെ റൊണാൾഡോയ്ക്ക് മനീഷ് പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ തന്നെയാണ് അർജന്റീൻ താരം ലിയോണൽ മെസ്സിക്ക് മുൻപേ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തുമെന്ന വാർത്തയാണ് നമ്മൾ ഈ ദിവസം ആദ്യം കേട്ടത്. AFC കപ്പ് കളിക്കാനാണ് ഇതിഹാസ താരം ഇന്ത്യയിലേക്ക് വരിക. AFC കപ്പ് നറുക്കെടുപ്പിൽ റൊണാൾഡോയുടെ ക്ലബായ അൽ നസറും FC ഗോവയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതോടെയാണ് CR7 ഇന്ത്യയിലേക്ക് എത്തുന്നത്.